വിളയാട്ടമാണ് സോഷ്യൽ മീഡിയ മുഴുവൻ കണ്ടത്. ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പലതരത്തിലുള്ള വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായാലും മുന്നോട്ട് തന്നെ എന്ന രീതിയിലാണ് രേണു പെരുമാറുന്നത്. ഇപ്പോഴും നെഗറ്റീവ് വഴി ഏറ്റവും കൂടുതൽ ഫേമസ് ആയ കേരളത്തിലെ വ്യക്തികളെടുത്ത് നോക്കിയാൽ അത് രേണു തന്നെയായിരിക്കും. എന്നാൽ ഈ അടുത്തിടെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ രേണുവിനോട് മാധ്യമക്കാർ ചോദിച്ചതിന് രേണു പറഞ്ഞ മറുപടി വീണ്ടും ഏറെ ചർച്ചയായിരിക്കുകയാണ്. അതായത് തന്നോടൊപ്പം ആർക്കെങ്കിലും ഒന്ന് കറങ്ങാനോ ഒന്ന് മീറ്റ് ചെയ്യാനോ ഒക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അത് ഇനി സാധിക്കുമെന്നാണ് രേണു പറയുന്നത്. തന്നോടൊപ്പം ഒന്ന് കറങ്ങാനോ അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാനോ കോഫി കുടിക്കാനോ ഒക്കെ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും എന്നെ സമീപിക്കാം. ഞാൻ അവരോടൊപ്പം ജസ്റ്റ് ഒരു മീറ്റിന് വേണ്ടി ചെല്ലും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മീറ്റ് അല്ലെന്നും ഇത് വെറുതെ ഒരു മീറ്റപ്പാണ് എന്നും അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ മാനേജറിനെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യൂ എന്നാണ് രേണു പറയുന്നത്. ഇത്രയും ഗതികെട്ടവന്മാരൊക്കെ ഈ കേരളത്തിലുണ്ടോ എന്നാണ് പലരും കമൻറ്റ് ചോദിക്കുന്നത്. മാത്രമല്ല പട്ടിണി കിടന്നാൽ പോലും രേണുവിനൊപ്പം കറങ്ങാൻ നമുക്ക് ഒരു താല്പര്യമില്ല എന്ന് രേണുവിനെ കളിയാക്കിക്കൊണ്ടും ഒരുപാട് പേർ രംഗത്തെത്തുന്നു. ശ്രുതി മരിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചു പോകുന്ന നിമിഷമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും ഇങ്ങനെയൊക്കെ ജീവിക്കാൻ നാണമില്ലേ എന്ന് ചോദിച്ച് ഒരുപാട് പേരാണ് വിമർശനവുമായി എത്തുന്നത്. മുൻപും ഇതുപോലെ പലതരത്തിലുള്ള അഭിമുഖങ്ങൾ രേണു കൊടുത്തപ്പോൾ അതിന് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് കൂടിപ്പോയി എന്നുള്ള അഭിപ്രായമാണ് പലർക്കും. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.